കുഴപ്പമൊന്നുമില്ല. സുധി, നിന്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നിനക്ക് കാണണോ? ദാ. എന്റെ വയറിന് എന്തോ ഒരു വല്ലായിക. ബാത്റൂം ഫ്രീ ആയിട്ടുണ്ട്, പൊയ്ക്കോ. അതല്ല, പിന്നെ എന്തോ ഒരു അനക്കമൊക്കെ തുടങ്ങി. ആണോ? നോക്കട്ടെ. ആങ്കൊച്ചാന്ന് തോന്നുന്നു, ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകിട്ട് ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. നിനക്കല്ല, എനിക്ക്. ഇനിയിപ്പോ പ്രസവം ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാനുള്ളതല്ലേ, ക്ഷീണിക്കാൻ പാടില്ലല്ലോ. വന്നേ. ലാലി 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 ലോ. പതുക്കെ 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 പതുക്കെ. ദേ, ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ. അല്ലെ കൊന്നുകളെ ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം. ദേ, വന്നുടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പേ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്നുടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേർ കാണും, വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്ത് ആ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റ് വളരാനുള്ള കുഞ്ഞാ. എന്നിട്ട് എന്താ ഡോക്ടർ സമ്മതിച്ചില്ല? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല. ഡോക്ടർ ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ. വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കുടി. അളിയ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അളിയ, നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അരവിന്ദാക്ഷൻ കൊണ്ടുവന്ന അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. വരുന്ന ഞായറാഴ്ച അവരോട് വരാൻ പറയട്ടെ. അളിയെത്തുമല്ലോ. അവരോട് വരാൻ പറഞ്ഞോളൂ. ഏതായാലും 2-3 മാസം സമയമുണ്ടല്ലോ. അവർക്കൂടി താല്പര്യമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. ഓക്കെ. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ട് പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ട് പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യമോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ, എനിക്കെന്ത്. ചേച്ചി ചേച്ചി ചേച്ചിയുടെ ആളെത്തി. രാജീവിന്റെ ശ്രീലക്ഷ്മിയുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട്. മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം, അല്ലേ? മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെ മകളാണ് കുട്ടി എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അതുകൊണ്ട് ഒട്ടും വൈകാതെ നടത്താൻ തീരുമാനിച്ചു. എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചോളൂ. അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം, അല്ലേ? അരവിന്ദ, ആ ചാർത്ത് വായിച്ചോളൂ. പരേതനായ മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകൾ ശ്രീലക്ഷ്മിയും മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു.
പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. ഇത് സുധീന്ദ്രൻ, ചരിത്രത്തിലാദ്യമായി ഗർഭം ധരിക്കുന്ന പുരുഷൻ. നാളിതുവരെ സ്ത്രീകളുടെ കുത്തകയായിരുന്ന ഗർഭധാരണവും പ്രസവവും ഇനി മുതൽ പുരുഷന്മാർക്കും സാധ്യമാകുന്നു. 12 വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ സാധ്യത കണ്ടെത്തിയത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യുവാണ്. ആദ്യമായി ഗർഭം ധരിക്കുന്നത് മലയാളിയായ സുധീന്ദ്രൻ എന്ന യുവാവാണ്. എണീറ്റ് വാടാ. എന്തിനാടാ ഇനി ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പോകരുത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ആങ്ങളൊക്കെ ബാംഗ്ലൂർ ജോലി, നല്ല ജോലി. ഇത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് കേട്ടിട്ട് തൊലി പൊളിയുവാ. ഇങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. അതെ, ആ, മാറിക്കേ. അല്ല, അങ്ങനെ പോകരുത്. പോവല്ലേ? പ്ലീസ്. ഇറങ്ങ് ഇങ്ങോട്ട് ഇറങ്ങ്. ഹലോ, ഏയ്, വാ, അങ്ങനെ വാ, പോവല്ലേ? വാ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അമ്മ വാ. ഒന്നും പറയണ്ട. നിങ്ങൾ നിക്കണേ. പറയടാ. നീ അറിയാത്ത ഒരു കാര്യവും സുധിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എടാ പറയാ. അളിയ, ഇനി അവനെ തല്ലരുത് മോനെ. ഈ കണ്ടതൊക്കെ നേരാണോടാ? ഇനി ഞങ്ങളൊക്കെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതും കൂടെ പറഞ്ഞതാ. എടാ നിന്നോടോ ചോദിച്ചേ? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടി അവൻ ഈ നാണം കേട്ട പഠിക്ക് പോയത്? നിങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും വേണ്ടി. എന്നാലും ഏട്ടൻ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? അവനേക്കാൾ കൂടുതൽ അവൻ സ്നേഹിച്ചത് നിങ്ങളെയാ. അവൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. അതൊരു ബുദ്ധിമോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിമലയുടെ കല്യാണത്തിന്റെ ബാധ്യത എത്ര ഉണ്ടെന്ന് അറിയോ? ഈ വീടും പറമ്പും നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ വന്നു. അതൊന്നും അവൻ ആരെ അറിയിച്ചില്ലല്ലോ. 1 2 അല്ല, ലക്ഷങ്ങൾ വേണമായിരുന്നു അതൊക്കെ തീർക്കാൻ. കക്കാതെയും പിടിച്ചു പറിക്കാതെയും നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ അപ്പോ ഈ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, ഞാൻ കാരണം സുധിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. ഇനിയിപ്പോ പിന്മാറാനും പറ്റില്ല. അമ്മ ക്ഷമിക്കണം. അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ എനിക്കൊരിക്കലും കഴിയില്ല. മാളു, ഞാനെല്ലാം എനിക്കൊന്നും കേക്കണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുധിയേട്ടനാ എന്നെ വഞ്ചിച്ചത്. മാളു വാ, മതി ഇവരുമായിട്ടുള്ള ബന്ധം. വാ. മോളെ, മോളെ, പോവൻ. സരസ്വതി അമ്മേ, പിന്നൊരു കാര്യം. അവന്റെ ഇവളുടെയും കാര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതൊക്കെ ഇവിടെ വച്ച് വേണ്ടാന്ന് വെക്കുക. മോളെ, എന്റെ മോക്ക് ഇങ്ങനെ ഒരാണും പെണ്ണും കെട്ട ഒരാളെ ഭർത്താവാക്കേണ്ട ഗതികേടില്ല. വരട്ടെ. എന്തിനാ ഇനി നിൽക്കുന്നേ? പോവല്ലേ മോളെ. അയ്യോ, അയ്യോ അമ്മേ, 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 അയ്യോ അമ്മേ. അമ്മേ. എന്താ, എന്തു പറ്റി? എന്താടാ, എന്തു പറ്റി? വേണ്ട ഡോക്ടർ, പ്ലീസ്. പത്രസമ്മേളനം നമുക്ക് വേണ്ട. ആൾക്കാരുടെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കരുത്. എൻ്റെ കുടുംബം തകർന്നു പോകും. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തിരുന്നാ മതി, പുറത്തിറങ്ങണ്ട. ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാനവിടെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ
ദാ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാടാ. ഇതിന് പറ്റിയ ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണനല്ല. അയ്യോ, തല കുടിക്കുക. ആ പോയത് ഗോപാലകൃഷ്ണനല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ എന്തിനാ ഓടിയത് എന്നെ കണ്ടപ്പോ? അയാളോട് ചോദിക്കേ. ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങളെ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. ദാ വാടാ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും. എവിടെ പോയി? ഡോക്ടർ, നല്ല എഴുന്നേക്ക്. ചിരിക്കുന്നടാ. സോറി സാർ, ഇവന്റെ അളിയൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് ഇവനെ കണ്ട പോടിയതാ. അല്ലല്ല, ഇവൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് അളിയനെ കണ്ട പോടിയതാ. സോറി അളിയ. അല്ല, അയ്യോ സോറി സാർ, പെട്ടെന്ന് സന്തോഷം കൊണ്ടെല്ലാം തെറ്റിപ്പോന്ന്. ഇനി വൈകണ്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കും. റോയ് പരീക്ഷണത്തിൽ വിജയിച്ചാൽ നമുക്കെന്താ? അയാളുടെ വിജയം നിന്റെ സർവ്വനാശത്തിന്റെയും തുടക്കമായിരിക്കും. പ്രഗ്നൻസി 6 മാസമായെന്നല്ലേ പറഞ്ഞത്? ആ കാര്യയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? പേര് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഫാമിലി ഡീറ്റെയിൽസും കൂടെ വേഗം കളക്ട് ചെയ്യണം. ഇച്ചേച്ചിക്കും അവർണവോൾക്കും വേണ്ടി ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. എടി, നിന്റെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയോ കിടക്കുന്ന ഒരുത്തനും അവൻ പ്രസവിക്കുന്ന കുഞ്ഞും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റോയിയുടെ ഒരു സമ്പത്തും എനിക്കും എന്റെ മോൾക്കും വേണ്ട. നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സും മണ്ണാങ്കട്ടെ ഒന്നും മിണ്ടായിരുന്നോണം. അല്ല, പണി കൊടുക്കാൻ പോയിട്ട് അവസാനം തിരിച്ച് നമുക്ക് പണി കിട്ടൂടാ. എന്താ അച്ചായന് പേടിയുണ്ടോ? എന്നാ വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എടാ, പേടിച്ചിട്ടൊന്നും അല്ല. സംഗതി ഒരല്പം പാളിപ്പോയി നമ്മൾ 3 പേര് അകത്ത് കിടന്ന് അഴിയണം. അത് നിനക്കറിയോ? അതങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഇവളെന്താ ഇവിടെ? കംപ്ലീറ്റ് കലങ്ങുമല്ലോ. അയ്യോ, ഇവനെന്താ ഓടുന്നത്? ഇവിടെ ആരെയപ്പോ ഇങ്ങോട്ട് വിളിച്ചത്? ഓ, എന്റെ ഭഗവാനെ, എന്തൊക്കെയാവോ എന്തോ ഇനി. ആരാ? ഞാൻ മാളവിക. ഡോക്ടർ മഹേഷ് സാർ പറഞ്ഞു വിട്ടതാ. വരൂ. ഡോക്ടർ മഹേഷ് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സാറിനെ വന്ന് കാണണമെന്നും ഇവിടെ ജോലിയൊന്നും പറഞ്ഞിരുന്നു. എന്റെ ഇവിടുത്തെ എക്സ്പെരിമെന്റിനെ പറ്റി വല്ലതും പറഞ്ഞോ? ബേസിക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. എത്ര വർഷമായി മഹേഷിന്റെ ഹോസ്പിറ്റലില്? 4 വർഷം. വരൂ. എന്റെ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ്.
ഒരു പ്രഗ്നന്റായ സ്ത്രീയെ കെയർ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുരുഷനെ കെയർ ചെയ്യാൻ. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാ മതി. എവറി 1 hour ടെമ്പറേച്ചർ BP ഒക്കെ ചെക്ക് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ECG എടുക്കണം. ഇഫ് എനി വേരിയേഷൻസ് യു ഷുഡ് ഇൻഫോം മീ ഇമ്മീഡിയറ്റ്ലി. ശരി സാർ. പിന്നെ ചില വൈറ്റമിൻസ് ഗുളികൾ കഴിപ്പിക്കണം. ഫുഡ് ചാർട്ട് നോക്കിയിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. ഓക്കെ ഓക്കെ സാർ, ചെയ്യാം. പുഷ്പ, എന്താ ഡോക്ടറെ? നീ ബാഗ് കൊണ്ടുപോയി നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെക്ക്. ഡോക്ടറെ ഇതും പോടാ, ഇത് മാളവിക, ഹോം നഴ്സാണ്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച. ചെല്. നമ്മുടെ കാരിയർ പരിചയപ്പെടണ്ടേ? വാ.